നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ ജോലി ചെയ്യുക എന്നത് വലിയൊരു വിഭാഗം ആളുകളുടെയും സ്വപ്നമാണ്. എന്നാൽ നിലവിൽ യുഎസിലെ ടെക് കമ്പനികളിൽ നടക്കുന്ന കൂട്ട ലേ ഓഫുകൾ അല്ലെങ്കിൽ പിരിച്ചുവിടലുകൾ വിദേശ തൊഴിലാളികളെ, പ്രത്യേകിച്ച് H1B വിസയിലുള്ളവരെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. ഒരു യുഎസ് പൗരന് ജോലി നഷ്ടപ്പെട്ടാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അടുത്ത ജോലിക്ക് അപേക്ഷിക്കാം. എന്നാൽ വിദേശികൾക്ക് ജോലി പോയാൽ ഉടൻ രാജ്യം വിടേണ്ടി വരുമോ എന്ന സംശയവും ഭയവുമാണ് ഉള്ളത്. വിദേശ തൊഴിലാളികളുടെ കാര്യമെടുത്താൽ അവർക്ക് മുന്നിൽ കർശനമായ സമയപരിധികൾ യുഎസ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെ നാട് കടത്തുകയോ അനധികൃത കുടിയേറ്റക്കാരായി ചിത്രീകരിക്കുകയോ ചെയ്യും. എന്നാൽ നിയമം ആനുകൂല്യം നൽകുന്നുണ്ട്. പലർക്കും ഈ ആനുകൂല്യങ്ങളെക്കുറിച്ചോ കൃത്യമായ നിയമങ്ങളെക്കുറിച്ചോ അറിയില്ല എന്നതാണ് സത്യം. ജോലി നഷ്ടപ്പെട്ട് യുഎസ് ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നോർത്ത് വിഷമിക്കേണ്ട. ജോലി നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് നിയമപരമായി യുഎസിൽ തുടരാൻ നിരവധി വഴികളുണ്ട്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് യുഎസിൽ ജോലി നഷ്ടപ്പെടുന്ന വിദേശ തൊഴിലാളികൾ ഉടൻ രാജ്യം വിട്ടു പോകേണ്ടതില്ല എന്നാണ്. യുഎസ് ഇമിഗ്രേഷൻ നിയമപ്രകാരം അവർക്ക് 60 ദിവസം വരെ ഗ്രേസ് പീരീഡ് ലഭിക്കും. അതായത് 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പുതിയൊരു തൊഴിലുടമയെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ വിസ സ്റ്റേറ്റസ് മാറ്റുകയോ ചെയ്യാം. H1B വിസക്കാർക്ക് മാത്രമല്ല, E1, E2, E3, H1, B1, L1, O1 കൂടാതെ TN കാറ്റഗറിയിലുള്ള വിസക്കാർക്കും അവരുടെ ആശ്രിതർക്കും ഈ ആനുകൂല്യം ലഭിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 60 ദിവസത്തെ ഗ്രേസ് പീരീഡിനിടയിൽ നിങ്ങൾ യുഎസിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഈ ആനുകൂല്യം അവസാനിക്കും. വീണ്ടും യുഎസിലേക്ക് വരണമെങ്കിൽ നിയമപരമായ മറ്റൊരു വിസ സ്റ്റേറ്റസ് ആവശ്യമായി വരും. അതുകൊണ്ട് ഈ സമയത്ത് രാജ്യം വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിയമപരമായി യുഎസിൽ തുടരാൻ പ്രധാനമായും 4 വഴികളാണുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് പുതിയൊരു ജോലി കണ്ടെത്തുക എന്നതാണ്. നിങ്ങൾക്ക് H1B വിസ സ്പോൺസർ ചെയ്യാൻ തയ്യാറുള്ള ഒരു പുതിയ കമ്പനിയെ കണ്ടെത്താം. ഇവിടെ ഏറ്റവും വലിയ ആശ്വാസം എന്തെന്നാൽ പുതിയ കമ്പനി USCISന് നിങ്ങളുടെ അപേക്ഷ സമർപ്പിച്ച ആ നിമിഷം മുതൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം. അപേക്ഷ അപ്രൂവ് ആകുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല. മാത്രമല്ല, നിലവിൽ യുഎസിലുള്ള തൊഴിൽ രഹിതരായ H1B വിസക്കാർക്ക് പുതിയതായി ഏർപ്പെടുത്തിയ $1,00,000 H1B പെറ്റീഷൻ ഫീസിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ പുതിയ കമ്പനി ഈ തുക അടയ്ക്കേണ്ടി വരില്ല. അടുത്തത് വിസ സ്റ്റേറ്റസ് മാറ്റുകയാണ്. ജോലി നഷ്ടമായാൽ ഉടൻ തന്നെ മറ്റ് വിസകളിലേക്ക് മാറാൻ അപേക്ഷിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ പങ്കാളി H1B വിസയിലാണെങ്കിൽ നിങ്ങൾക്ക് H4 സ്റ്റേറ്റസിലേക്ക് മാറാം. പക്ഷേ H4ൽ ജോലി ചെയ്യാനുള്ള അനുമതി പത്രം ലഭിച്ച ശേഷം മാത്രമേ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് വിസിറ്റർ വിസയിലേക്ക് മാറാം. ഇമിഗ്രേഷൻ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാന വഴിയാണിത്. ജോലി നഷ്ടപ്പെട്ടവർക്ക് ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള B1 വിസയിലേക്കോ ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്കായുള്ള B2 വിസയിലേക്കോ മാറാൻ അപേക്ഷിക്കാം. ഇതുവഴി നിങ്ങൾക്ക് യുഎസിൽ താമസിച്ചുകൊണ്ട് തന്നെ പുതിയ ജോലിക്കായുള്ള തിരച്ചിൽ തുടരാം. ഇതിനായി ഫോം I-539 ഉപയോഗിക്കാം. അടുത്തത് പ്രത്യേക സാഹചര്യങ്ങളിലുള്ള അനുമതിയാണ്. വളരെ അടിയന്തരവും അനിവാര്യവുമായ സാഹചര്യങ്ങളിൽ പ്രത്യേക വർക്ക് പെർമിറ്റിനായി നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതുപോലെ പലരും ഭയപ്പെടുന്ന ഒന്നാണ് അനധികൃത താമസം. എന്നാൽ നിങ്ങളുടെ 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് അവസാനിക്കുന്നതിന് മുൻപ് വിസ മാറ്റത്തിനുള്ള കൃത്യമായ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷയിൽ തീരുമാനം വരുന്നത് വരെ നിങ്ങൾ യുഎസിൽ തുടരുന്നത് നിയമവിരുദ്ധമല്ല. അപേക്ഷ പെൻഡിംഗിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അനധികൃത താമസത്തിന്റെ പിഴയോ നിയമ നടപടികളോ നേരിടേണ്ടി വരില്ല. ഒരുപക്ഷെ അപേക്ഷ നിരസിക്കപ്പെട്ടാൽ നിരസിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ മാത്രമേ അനധികൃത താമസമായി ഇത് കണക്കാക്കൂ. ഇനി F1 വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. OPT ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പരമാവധി 90 ദിവസത്തെ തൊഴിലില്ലായ്മ കാലാവധിയെ അനുവദിക്കൂ. എന്നാൽ 24 മാസത്തെ STEM OPT എക്സ്റ്റൻഷൻ ഉള്ളവർക്ക് ആകെ 150 ദിവസം വരെ ഈ കാലാവധി ലഭിക്കും. മറ്റൊരു പ്രധാന ചോദ്യം H1B വിസയിൽ 6 വർഷം പൂർത്തിയാക്കിയവർക്ക് എന്ത് സംഭവിക്കും എന്നാണ്. H1B വിസ സാധാരണയായി 3 വർഷത്തേക്കാണ് നൽകുക. അത് കഴിഞ്ഞ് 3 വർഷത്തേക്ക് കൂടി നീട്ടാം. എന്നാൽ 6 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് EB1, EB2 അല്ലെങ്കിൽ EB3 തുടങ്ങിയ ഇമിഗ്രന്റ് വിസ പെറ്റീഷനുകൾ ഉണ്ടെങ്കിൽ വിസ നീട്ടി ലഭിക്കും. ഗ്രീൻ കാർഡ് ലഭിക്കാൻ വൈകുന്ന സാഹചര്യങ്ങളിൽ AC-21 നിയമപ്രകാരം നിങ്ങൾക്ക് കമ്പനികൾ മാറാനും സാധിക്കും. യുഎസിൽ വെച്ച് ജോലി നഷ്ടപ്പെടുക എന്നത് മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് തന്നെ യുഎസ് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരണമെന്നില്ല. യുഎസ് ഇമിഗ്രേഷൻ നിയമങ്ങൾ ശക്തമാണെങ്കിലും
നിങ്ങൾക്ക് അതിജീവനത്തിനുള്ള വ്യക്തമായ വഴികൾ നിയമത്തിൽ തന്നെ അനുവദിക്കുന്നുണ്ട്.